നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 26, 2026 വ്യാഴം. അങ്ങനെ ഇന്നത്തോടുകൂടി ഈ മാസത്തെ സെൻസെക്സിന്റെ മന്ത്ലി എക്സ്പയറിയും അവസാനിക്കുകയുണ്ടായി. മികച്ച ഒരു തുടക്കത്തിന് ശേഷം ഇന്ന് മാർക്കറ്റിന് ഫ്ലാറ്റായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. എങ്കിലും നിഫ്റ്റിക്ക് ഇന്ന് നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തൽഫലമായി ഇന്നത്തോടുകൂടി തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി എന്തെല്ലാം ഘടകങ്ങളാണ് നേരിയതാണെങ്കിൽ കൂടിയിട്ടും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിൽ തന്നെ തുടരുവാൻ സഹായിച്ചതെന്നും അതേസമയം എന്തെല്ലാം കാരണങ്ങളാണ് ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഭൂരിഭാഗം നേട്ടത്തെയും ചോർത്തിക്കളയുവാൻ ഇടയാക്കിയതെന്നും വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. തുടർന്ന് 25,572 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് റെസിസ്റ്റൻസ് നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി ലോയും കൂടാതെ ഈ ആഴ്ചത്തെ ഇന്ന് വരെയുള്ള വീക്കിലി ലോയായ 25,400 എന്ന സപ്പോർട്ട് ലെവലിൽ ഇന്ന് നിഫ്റ്റിക്ക് സപ്പോർട്ട് എടുക്കുവാനും സാധിച്ചു. തൽഫലമായി 14 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,496 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് ഇന്ന് 27 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി മന്ത്ലി എക്സ്പയറി നടത്തേണ്ടതായിട്ടും വരികയുണ്ടായി. എങ്കിലും 82,000 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെ ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടുള്ള ക്ലോസിംഗിന് ശേഷം 144 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 61,000 എന്ന ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി ബാങ്ക് നിഫ്റ്റിക്ക്. എങ്കിലും NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ഇന്ന് 1,503 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം 1,407 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയും ചെയ്തുള്ളൂ. ഭാരത് ഇലക്ട്രോണിക്സ്, അദാനി പോർട്സ്, സൺഫാർമ, TCS, മാരുതി സുസുക്കി തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ട്രെൻഡ്, ഏഷ്യൻ പെയിന്റ്സ്, NTPC, ഇറ്റേണൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഓട്ടോ, ഫാർമ, ടെലകോം തുടങ്ങിയ മേഖലകൾക്ക് 0.4% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ FMCG, മീഡിയ, പവർ, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 0.3% മുതൽ 0.7% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും ഇന്ന് മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.6% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് ഫ്ലാറ്റ് ആയിട്ടും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 4 പൈസയുടെ നേട്ടത്തോടുകൂടി 90.91 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട പോലെ തന്നെ US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഇന്ന് ജനീവയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റ് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റും ഈ ഒരു ചർച്ചയെ സസൂക്ഷ്മം നോക്കി കാണുന്നുമുണ്ട്. 2026 മധ്യത്തോടെ ഇന്ത്യയിൽ ആപ്പിൾ പേ ആരംഭിക്കുന്നതിനായി ബാങ്കുമായും കാർഡ് നെറ്റ്വർക്കുകളുമായും ആപ്പിൾ ഇൻകോർപ്പറേറ്റഡ് ചർച്ചകൾ നടത്തുന്നു എന്നുള്ള ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ഫിൻടെക് സ്റ്റോക്കുകളിൽ ഇന്ന് നേരിയ തോതിൽ ഇടിവ് അനുഭവപ്പെട്ടു. നിലവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർശന വേളയിൽ ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ കരാറിന് സാധ്യത ഉള്ളതിനാൽ തന്നെ ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകളായ HAL, BEL തുടങ്ങിയ സ്റ്റോക്കുകളിൽ 5% ഉയർച്ച ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെടുകയുണ്ടായി. ഇനി നമുക്ക് ഇത് നമ്മുടെ മാർക്കറ്റിനെ നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ ജയന്റ് സ്റ്റോക്കായ NVIDIAയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് വരുന്നതിന് മുന്നോടിയായിട്ട് US മാർക്കറ്റിൽ ടെക് സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ ഇൻഫോസിസ്, വിപ്രോ, ADRകളുടെ പ്രകടനത്തിലും കണ്ടിരുന്നു. മാത്രമല്ല ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് NVIDIAയുടെ ഭാഗത്ത് നിന്നും ക്വാർട്ടർലി ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. കമ്പനിയുടെ റവന്യൂവിൽ മാത്രം ഇയർ ഓൺ ഇയർ ബേസിസിൽ 65% ഉയർച്ച രേഖപ്പെടുത്തുകയും ഉണ്ടായി. തൽഫലമായി ഇന്ന് നിഫ്റ്റി ITക്കും ശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചു, ഏകദേശം 1%. എങ്കിലും പിന്നീട് ആ നേട്ടങ്ങളൊക്കെ ചോർന്നു പോവുകയും ഉണ്ടായി. തുടർന്ന് നേരിയതാണെങ്കിലും തുടർച്ചയായി ഇന്നും നിഫ്റ്റി ITക്ക് നേട്ടത്തിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയതാണ്.
ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. കൂടാതെ പിന്നീട് നഷ്ടത്തിലേക്ക് പോകേണ്ടി വന്നെങ്കിലും ഹെവി വെയ്റ്റ് IT സ്റ്റോക്കുകളിൽ 1% മുതൽ 2% നേട്ടം ആദ്യഘട്ടത്തിൽ കൈവരിക്കുവാനുമായിരുന്നു. ഇന്നലെ വീണ്ടും വലിയൊരു തുകയ്ക്ക് തന്നെ 2991.64 കോടി രൂപയ്ക്ക് ബൈങ് നടത്തിക്കൊണ്ട് വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് വരുന്ന കാഴ്ച കാണുവാനായിട്ടും സാധിച്ചു. എന്നാൽ പതിവിന് വിപരീതമായി അതേസമയം തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും 5118.57 കോടി രൂപയ്ക്ക് ഇന്നലെ ബൈയിങ്ങും നടത്തുകയുണ്ടായി. അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സർപ്രൈസിംഗ് ഫാക്ടർ തന്നെയായിരുന്നു. പൊതുവെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഹ്യൂജ് എമൗണ്ടിന് ബൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തുടർച്ചയായി ഒരു വർഷത്തിലേറെ കാലമായി ശക്തമായ ബൈയിങ് ആയിരുന്നു ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുവാൻ. എങ്കിലും ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഹ്യൂജ് എമൗണ്ടിന് ബൈ ചെയ്തെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളും അവരുടെ ബൈയിങ് അതിശക്തമാക്കുക തന്നെയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന ഹ്യൂജ് ബൈയിങ്ങും ഇന്ത്യൻ മാർക്കറ്റിനും ഇന്ന് ഗുണം ചെയ്തു. കാരണം ഒരു പരിധിവരെ വീണ്ടും നിക്ഷേപകരുടെ ആത്മവിശ്വാസ്യത വളർത്തുവാൻ ഇടയാക്കി. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ NVIDIAയുടെ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് US മാർക്കറ്റിൽ എസ്പെഷ്യലി ടെക് സ്റ്റോക്കുകളിലൂടെ എടുത്ത നേട്ടത്തെ തുടർന്നും തുടർച്ചയായി US മാർക്കറ്റുകൾക്ക് ഇന്നലെ നേട്ടത്തിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിലും പ്രകടമായിരുന്നു. അതേസമയം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്നും മിക്സ്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇന്നലെ US മാർക്കറ്റിന് കൈവരിക്കുവാൻ സാധിച്ച നേട്ടവും ഇന്ന് യൂറോപ്യൻ മാർക്കറ്റുകൾക്ക് നേട്ടത്തിൽ തുടരാനായതും ഇന്ത്യൻ മാർക്കറ്റിനും ഗുണകരമായി തന്നെ മാറുകയും ചെയ്തു. കൂടാതെ അമേരിക്കൻ ഡോളറിനെതിരെ 4 പൈസയുടെയാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം ഇന്ത്യൻ രൂപയ്ക്ക് അവസാനിപ്പിക്കുവാനായതും ഇതിനു പുറമെ ഈ ആഴ്ചയിൽ തിങ്കളാഴ്ച തുടങ്ങി ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന ഇന്ത്യ വിക്സ് ഇന്നും ക്ലോസിംഗ് ബേസിസിൽ 3.19% ഇടിവും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തൽഫലമായി 13.06 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. ഇതിനെ തുടർന്ന് ഈ ആഴ്ചയിൽ ഇന്ന് വരെ 4 ട്രേഡിംഗ് സെഷന് കൊണ്ട് ഏകദേശം 10%-ലേറെ ഇടിവും ഇന്ത്യ വിക്സിൽ അനുഭവപ്പെടുകയും ചെയ്തു. ഇന്ന് ഇന്ത്യ വിക്സിൽ ഉണ്ടായ ഇടിവും കൂടാതെ ഇന്ന് ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അതിശക്തമായ ഇടിവാണ് അനുഭവപ്പെടുന്നതും. ഏകദേശം 1.25%-നടുത്ത് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഇടിവ് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ അത് ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറുകയും ചെയ്തു. എന്നാൽ മികച്ച ഒരു തുടക്കത്തിന് ശേഷം പിന്നീട് നിഫ്റ്റിക്ക് ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കാൻ ഇടയാക്കിയത് പ്രധാനമായിട്ടും പ്രോഫിറ്റ് ബുക്കിംഗും കൂടാതെ ഇന്ന് സെൻസെക്സിന്റെ മന്ത്ലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ട്രേഡേഴ്സിന്റെ ഭാഗത്ത് നിന്നും പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യുന്നതിനാലും റോൾ ഓവർ ചെയ്യുന്നതിനാലും ഉടലെടുത്ത വോൾട്ടാലിറ്റിയും മാത്രമല്ല ഇന്ന് എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന US-ഉം ഇറാനും ഇന്ന് ജനീവയിൽ ആരംഭിച്ച ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മാർക്കറ്റും നിക്ഷേപകരും പുലർത്തിയ ജാഗ്രതയും ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിന്റെ നേട്ടത്തിന്റെ ഭൂരിഭാഗം പോയിന്റുകളും ചോർന്നു പോകുവാനും ഇടയാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം US ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം വരാൻ വേണ്ടിയിരിക്കുന്ന ഔട്ട്കമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിൽ തന്നെയാണ്. അതിന്റെ ഒരു പ്രതിഫലനം ഒരുപക്ഷെ നാളത്തെ നമ്മുടെ മാർക്കറ്റിൽ പ്രതിഫലിക്കുകയും ചെയ്യാനുള്ള സാധ്യതകളും ഏറെയാണ്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 35 പോയിന്റുകളുടെ നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾ നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് 0.25%-നടുത്ത് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്ന് ഇന്ത്യ, ജപ്പാൻ, കൊറിയ, തായ്ലൻഡ് മാർക്കറ്റുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം തായ്ലാന്റ്, ചൈന, ഹോങ്കോങ്, സിംഗപ്പൂർ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ തായ്വാൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടും വ്യാപാരം അവസാനിപ്പിച്ചു. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെ വില 69.87 $per ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില 64.55 $per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില 5182.22 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. തേജസ് നെറ്റ്വർക്സ് വമ്പൻ മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് റേഡിയോകൾ നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി NEC കോർപ്പറേഷനുമായി ഒരു കരാറിൽ കമ്പനി ഒപ്പുവെച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ KPI എനർജിയിൽ നിന്ന്
93.08 കോടി രൂപയുടെ പവർ കേബിളുകളുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സഹന സിസ്റ്റംസ് സെൻട്രൽ ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്ന് 24.69 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ബ്ലൂ ഗോഡ് എന്റർടൈൻമെന്റ് റൈറ്റ് ഇഷ്യൂവിന് BSEയിൽ നിന്ന് കമ്പനിക്ക് പ്രിൻസിപ്പൽ അംഗീകാരം ലഭിക്കുകയുണ്ടായി. TVS മോട്ടോഴ്സ് കമ്പനി ദക്ഷിണാഫ്രിക്കയിലേക്ക് തന്ത്രപരമായ വികസനം കമ്പനി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വിവിധ വിഭാഗങ്ങളിലായി 7 ഉയർന്ന പ്രകടനമുള്ള ഇരുചക്ര വാഹനങ്ങളും കമ്പനി പുറത്തിറക്കി. ബന്ധൻ ബാങ്കിലെ 9.99% വരെ ഓഹരികൾ ഏറ്റെടുക്കുവാൻ SBI മ്യൂച്വൽ ഫണ്ടിന് RBI അനുമതി ലഭിച്ചു. കോഫോജ് ഡിജിറ്റൽ അപ്ഗ്രേഡുകൾക്കായി VHC ഹെൽത്തുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുകയും $158 മില്യൺ കരാർ നേടുകയും ചെയ്തു. SML മഹീന്ദ്ര ഹരിയാനയിലെ എക്സൈസ് അതോറിറ്റിയിൽ നിന്ന് കമ്പനിക്ക് നികുതി പിഴ ഉത്തരവ് ലഭിച്ചു. GST നിയമങ്ങൾ പ്രകാരം IGSTയുമായി ബന്ധപ്പെട്ട് 11.47 ലക്ഷം രൂപയാണ് പിഴയായിട്ട് ലഭിക്കുകയും ഉണ്ടായത്. L&T മൈൻട്രി ഇന്ത്യയുടെ നികുതി വിശകലനം മെച്ചപ്പെടുത്തുന്നതിനായി NVIDIയയുമായി കമ്പനി പങ്കാളിത്തം പ്രഖ്യാപിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.